നമസ്കാരം. ദേശീയ നിയമ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമം കർശനമാക്കാൻ ശുപാർശ നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുടെയും വിവിധ ഹൈക്കോടതികളുടെ വിധികളുടെയും പശ്ചാത്തലത്തിലാണ് നിയമ കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ കൂടിയ നിയമ കമ്മീഷൻ യോഗത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിയമം കർശനമാക്കുന്നതിന്റെ ഭാഗമായി കമ്മീഷൻ നൽകിയ ശുപാർശകൾ ഇപ്രകാരമാണ്. അതായത്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിനിടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാൽ പ്രതിഷേധം ആഹ്വാനം ചെയ്ത പാർട്ടിയെയോ സംഘടനാ ഭാരവാഹികളെയോ പ്രതികളാക്കാം. ഇത്തരം കേസുകളിൽ അറസ്റ്റിലാകുന്നവർക്ക് ജാമ്യം ലഭിക്കുന്നതിനും കർശന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ശുപാർശയാണ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ നശിപ്പിക്കപ്പെട്ട വസ്തുവിന്റെ വിലയ്ക്ക് തത്തുല്യമായ പണം ജാമ്യത്തുകയായി കെട്ടിവെക്കണം. വില നിശ്ചയിക്കാൻ കഴിയാത്ത വസ്തുവിന് കോടതി പറയുന്ന തുക ജാമ്യത്തുകയായി നൽകണം. കൂടാതെ നിയമത്തിൽ ഭേദഗതി വരുത്താനായി 2015 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിലെ മറ്റു വ്യവസ്ഥകളും കമ്മീഷൻ നിലനിർത്തുന്നുണ്ട്. പ്രധാനമായും പ്രതിഷേധങ്ങളുടെ വീഡിയോ പോലീസ് ചിത്രീകരിക്കണം. ഈ ദൃശ്യങ്ങൾ പോലീസ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൈമാറണം എന്നതുൾപ്പെടെയുള്ള ബില്ലിലെ ചില വ്യവസ്ഥകൾ നിലനിർത്തിയിട്ടുമുണ്ട്. 2011 കേരള ഹൈക്കോടതിയിൽ ഹേമന്ത് കുമാർ കേസിൽ ജസ്റ്റിസ് KT ശങ്കരൻ ഇത്തരം കേസുകളിൽ പ്രതികളാകുന്നവർ നശിപ്പിക്കപ്പെട്ട പൊതുമുതലുമായി ബന്ധപ്പെട്ട ജാമ്യത്തുക കെട്ടിവെക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെ പൊതുമുതൽ നശിപ്പിക്കപ്പെടുമ്പോൾ കർശന നടപടികൾ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് നിയമ കമ്മീഷൻ പുതിയ ശുപാർശ കേന്ദ്ര സർക്കാരിന് കൈമാറിയത്. ക്രിമിനൽ അപകീർത്തി നിയമത്തിൽ ഭേദഗതി സംബന്ധിച്ച് പഠിച്ച നിയമ കമ്മീഷൻ നിലവിൽ ഇതിൽ മാറ്റം വേണ്ടെന്ന നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ശുപാർശകൾ പരിശോധിച്ച ശേഷം കേന്ദ്ര സർക്കാർ മറ്റു നടപടികൾ സ്വീകരിക്കും. കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയാണ് 22ാം നിയമ കമ്മീഷൻ ചെയർമാൻ. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി KT ശങ്കരൻ, ആനന്ദ് പലിവാൾ, പ്രൊഫസർ DP വർമ്മ, പ്രൊഫസർ രാക ആര്യ, M കരുണാനിധി എന്നിവരാണ് മറ്റംഗങ്ങൾ.